ഇന്ന് അച്ചച്ചൻ്റെ ചത്തോറ് കൂട്ടലാണ്, കോരിയിടലെന്നും പറയും. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ അടിയും തൊട ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിയും കഴിഞ്ഞിട്ട് ഞാനൊരു 4:30 ആകുമ്പോഴത്തേനും അടുക്കളയിലേക്ക് കയറി. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു 6 മണിയാകുമ്പോഴത്തേനും എല്ലാം സെറ്റാക്കി തരാം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്യാബേജ് വറവുണ്ടാക്കാനാണ് നിന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു തെയ്യത്തിന് പോയ സമയത്ത് അതിൽ ക്യാരറ്റും ബീൻസും ഇട്ടിട്ടുള്ള ഒരു ക്യാബേജ് വറവ് ഞാൻ ആദ്യമായിട്ടാണ് തിന്നുന്നത്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതുപോലെ ഉണ്ടാക്കി. അതിനിടയിൽ തന്നെ പെരക്കും ഉണ്ടാക്കി. അതിനിടയിൽ തന്നെ ഞാൻ പുളിശ്ശേരിയും ഉണ്ടാക്കി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇതെല്ലാം വളരെ സിമ്പിളാണല്ലോ, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി. അത് കഴിഞ്ഞ് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടാണ്. അപ്പോൾ അങ്ങനെ മീൻകറിയും ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ചിക്കൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായിന്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറി ലാസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ അതിനിടയിൽ ചക്കരച്ചോറും ഉണ്ടായി. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വേണ്ടത് കോരിയിടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ നേരെ ചിക്കൻ കറിയിലോട്ടേക്ക് കടന്നു. ചിക്കൻ കറിയും ഏകദേശം ആവാൻ ഏകദേശം 7 മണിയെല്ലാമായി. അത് കഴിഞ്ഞ് നമ്മളൊരു 7:30 കോരിയിടലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോരിയിടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവൻ്റെ കയ്യും പിടിച്ച് കോരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവൻ സ്വന്തമായിട്ട് കോരിയിടാൻ തുടങ്ങിയിട്ടാ. സ്വന്തമായിട്ട് കോരിയിട്ടു. അപ്പോൾ അതായത് വീഴാത്തതുകൊണ്ട് ഇങ്ങനെ കുറേ സമയം വീഴാത്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഉണ്ടായത്. അങ്ങനെ കോരിയിടലും ചെയ്തതിന് ശേഷം ഈ ഒരു നാരങ്ങ തിന്നതിൻ്റെ പേരൊക്കെ മറന്നുപോയി കേട്ടോ. അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് നമ്മൾ ചോറ് വയ്ക്കാനിരുന്നു. ചോറ് വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ തുടങ്ങുമ്പോഴത്തേനും വിഷ്ണുവേട്ടൻ തിന്ന് പകുതിയായി. അപ്പോൾ ഞാനത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരക്ക് പിടിച്ചാക്കിയതാണെങ്കിലും എനിക്ക് എല്ലാ കറിയും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.